സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മത്സരം മുറുകുകയാണ്. കുട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ ആധിപത്യം പുലർത്താനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിൽ മുന്നണികൾ. കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ NDA സ്ഥാനാർത്ഥികൾക്കായി കൊച്ചിയിൽ ഇന്ന് പ്രചാരണം നടത്തും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFന് യാക്കോബായ സഭ പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മലങ്കര സഭ മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24നോട് പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്. അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. സഭയുടെ പ്രതിസന്ധി വളരെ വലുതാണ്. ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട്. ആ സഹായങ്ങൾ ഉറപ്പാക്കിയവരുണ്ട്. അതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ അവരോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പാടില്ലല്ലോ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ അവസാന ലാപ്പിൽ ആവേശം നിറച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് മുന്നണികൾ കടന്നിരിക്കുന്നു. മത്സരത്തോടുകൂടി വീറും വാശിയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റന്നാൾ പ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിവിധ മണ്ഡലങ്ങളിൽ മുന്നണികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ കൊഴുപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നുണ്ട്. സലീം മാലിക് ഉണ്ട് ആറ്റിങ്ങലിലെ വിവരങ്ങൾ നൽകാൻ. കൊല്ലത്ത് നിന്ന് അരുൺരാജ്, എറണാകുളത്ത് നിന്ന് ശ്രീകാന്ത്, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, ആലത്തൂരിൽ നിന്ന് ശ്യാം. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ഒപ്പം ചേരുകയാണ്. നമുക്ക് ഓരോരുത്തരെയായി അവിടുത്തെ വിശേഷങ്ങൾ, ഓരോ മണ്ഡലത്തിലെയും വിശേഷങ്ങൾ നോക്കാം. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, മറ്റന്നാൾ വൈകുന്നേരമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. അവസാന ലാപ്പിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം കടന്നിരിക്കുന്നു. മുന്നണികൾ വീറും വാശിയും പ്രകടിപ്പിക്കുന്ന മണിക്കൂറുകളാണല്ലോ ഇത്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ പതുക്കെ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ സൂപ്പർ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് അതിന് അവശേഷിക്കുന്നതും. മൂന്ന് മുന്നണികളും കാര്യമായ പ്രതീക്ഷ ഇക്കുറി വെക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFനെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള മനസ്സ് അത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കൂടാതെ മറ്റ് അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്താൻ കഴിഞ്ഞത് സഹായകരമായി എന്നുള്ള വിലയിരുത്തലുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം UDF പ്രധാന പ്രതീക്ഷയായി കാണുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഇടതുപാളയത്തിലേക്ക് ചലിക്കുമോ എന്നുള്ള ആശങ്ക കൂടി UDFനെ സംബന്ധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന വിലയിരുത്തൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി LDFനെ സംബന്ധിച്ചാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ LDF നോക്കുന്നത് CA വിരുദ്ധ ആശയങ്ങൾ, അല്ലെങ്കിൽ CA വിരുദ്ധ കാര്യങ്ങൾ അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. BJPക്ക് ബദൽ കോൺഗ്രസിനേക്കാൾ അധികം തങ്ങളാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും LDF ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ തലവേദനയാകുമോ എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ ആശങ്ക. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇത്രയധികം കേരളത്തിലേക്ക് എത്തിയൊരു തെരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് ഇക്കുറിയെങ്കിലും കേരളം ഒരു സാധ്യതയായി BJP പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും അടക്കം BJP ചില ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ക്രോസ് വോട്ട് ആവർത്തിച്ചാൽ സ്വാഭാവികമായും അത് BJPയെ സംബന്ധിച്ച് ആശങ്കയായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി വെസ്റ്റ് പിണറായി ഫൈറ്റ്. അതൊരു വാക്പോര് മുന്നണികൾ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ പ്രധാനമായും കണ്ടതാണ്. ഇന്ത്യ മുന്നണിയിൽ അടക്കമുള്ള കാര്യങ്ങളെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണങ്ങൾ. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ BJPക്ക് പകരം CPMനെ ശത്രുവായി കാണുന്നുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്ഥലത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന കോൺഗ്രസും വിമർശനം തിരിച്ചുയർത്തുന്നുണ്ടെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളായിരിക്കും പങ്കെടുക്കുക. ദേശീയ നേതാക്കൾ ഇന്നും സംസ്ഥാനത്ത് സാന്നിധ്യമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ പിണറായി വാഗ്വാദം ഇന്ത്യ മുന്നണിക്കെതിരായ പ്രചാരണ ആയുധമാക്കുകയാണ് NDA അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. NDA സ്ഥാനാർത്ഥിക്കായി അദ്ദേഹം ഇന്ന് കൊച്ചിയിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റ് വാനതി ശ്രീനിവാസൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് റോഡ് ഷോ നടത്തുന്നുണ്ട്. അത് ഒരു നീണ്ട റോഡ് ഷോ അത് മാറും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. മറ്റൊരു കാര്യം, ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാർത്തകളിലൊന്ന് തെരഞ്ഞെടുപ്പ് നിലപാടുമായി യാക്കോബായ സഭ രംഗത്തെത്തി എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന് പിന്തുണയാണ് അവർ നൽകിയെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
സഭയുടെ പ്രതിസന്ധികളിൽ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കണമെന്ന ശരി, ആഹ്വാനവുമായി ഇടതുമുന്നണിക്ക് ഒരു പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് യാക്കോബായ സഭ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമാകുന്ന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. മറ്റന്നാളാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 18 അടവും പയറ്റിക്കൊണ്ടായിരിക്കും മുന്നണികൾ ഇന്ന് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക. സലീം മാലിക് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീം, വീറും വാശിയും മുറ്റി നിൽക്കുന്ന മത്സരമാണ് ആറ്റിങ്ങലിലുള്ളത്. അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും വളരെ സജീവമായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ആറ്റിങ്ങലിൽ നിന്ന്? ഗോപി, ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP A+ കാറ്റഗറിയിൽ കാണുന്ന 3 മണ്ഡലങ്ങളിൽ ഒന്നാണത്. ഒന്ന് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്ന BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച 2.5 ലക്ഷം വോട്ട് എന്ന കണക്കാണ്. വി മുരളീധരൻ അതേ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലങ്ങി മറിയുകയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വലിയ ഡെവലപ്മെന്റ് എന്ന നിലയിൽ ഒരു ഉണ്ടായ മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ നിന്നാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ തുടക്കം. അത് വോട്ടിരട്ടിപ്പും ഇരട്ട വോട്ടും കള്ളവോട്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള അടൂർ പ്രകാശിന്റെ ആരോപണത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ എത്തുമ്പോൾ ഏറ്റവും അവസാനവും ആ നിലയിൽ തന്നെയുള്ള ഒരു ആരോപണം ഉയർന്നു വന്ന മണ്ഡലവും ആറ്റിങ്ങലാണ്. ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആ നിലയിലുള്ള ചർച്ച മണ്ഡലത്തിൽ വ്യാപകമായി പണവും മദ്യവും വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. LDF-ഉം ഒപ്പം UDF-ഉം മണ്ഡലത്തിൽ ആകെ പണവും മദ്യവും വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. അതേസമയം അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധു കൂടിയായ ബിജു രമേശിനെ പണം നൽകാൻ പോകുന്നതിനിടയിൽ കണ്ടെത്തി എന്നുള്ളതാണ് LDF-ന്റെ ആരോപണം. അതേസമയം അങ്ങനെ ബിജു രമേശിനെ തടഞ്ഞു വെച്ചെങ്കിലും ആ വാഹനത്തിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പരാജയഭീതി മുന്നിൽ കണ്ടുള്ള ഒരു ആരോപണം മാത്രമാണ് എന്നുള്ളതാണ് UDF ക്യാമ്പ് ഇപ്പോൾ പറയുന്നത്. ആ നിലയിലാണ് ആരോപണങ്ങളെങ്കിൽ അതിനപ്പുറത്തേക്ക് ആറ്റിങ്ങലിൽ ചർച്ച ചെയ്യുന്ന വിവിധ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരമുണ്ട് എന്ന് UDF കണക്ക് കൂട്ടുന്നു. ആ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. അതേസമയം ആ വികാരം BJP-ക്ക് വോട്ടാവുമെന്ന് BJP-യും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ മേഖലകളിൽ പരമാവധി പ്രചരണം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് LDF-ന്റെയും കണക്കുകൂട്ടൽ. മാത്രമല്ല ഈഴവ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഈഴവ വോട്ടുകൾ LDF-ന് അനുകൂലമായി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ബിജോയ് പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു പ്രചരണം ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എങ്കിൽ പോലും അത് പരമാവധി LDF-ന് അനുകൂലമായി വരും എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ പ്രതീക്ഷ. ഒപ്പം തന്നെ ആറ്റിങ്ങലിലും 3 മുന്നണികളും ഒരുപോലെ തുല്യ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തി വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. അവസാന മണിക്കൂറുകളിൽ 18 അടവും പയറ്റിക്കൊണ്ടാണ് മുന്നണികൾ, അവരുടെ നേതാക്കൾ, അണികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം നിറച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സലീം മാലിക് നൽകിയത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയാണ് ഈ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ മുന്നണികൾ എത്രത്തോളം ശക്തിയോട് കൂടിയിട്ടാണ് ജനങ്ങളിലേക്ക് അവരുടെ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നത്, എത്രത്തോളം ആവേശം നിറച്ചുകൊണ്ടാണ് അവരുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പ് എങ്ങനെയൊക്കെയാണ് സജീവമായി മുന്നോട്ട് പോകുന്നത് എന്ന് പരിശോധിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ വളരെ സജീവമായി തന്നെ അവരുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും എന്നാണ് ലഭിക്കുന്ന വിവരം. ആലത്തൂർ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അവിടെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, LDF-ന്റെ K രാധാകൃഷ്ണൻ, NDA-യുടെ TN സരസു എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ശ്യാം, എങ്ങനെയാണ് ആലത്തൂരിൽ ഈ അവസാന മണിക്കൂറുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? എത്രത്തോളം ശക്തമായി, എത്രത്തോളം ആവേശം നിറച്ചാണ് മുന്നണികൾ, നേതാക്കൾ രംഗത്തുള്ളത്? എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മണ്ഡലത്തിൽ ഈ അവസാന ലാപ്പിൽ ചർച്ചയാക്കുന്നത്? ഗോപി, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പോരാട്ടം ചൂട് പിടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇവിടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. പക്ഷേ ആ ചൂടിനേക്കാളും ഒക്കെ വലിയ ചൂടിലാണ് ഇപ്പോൾ ആലത്തൂരിൽ അവസാന ഘട്ടത്തിലെ പ്രചരണം നടക്കുന്നത്. ഇന്ന് LDF സ്ഥാനാർത്ഥി കൂടിയായ രാധാകൃഷ്ണൻ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിലാണ് പ്രചരണം നടത്തുന്നത്. UDF-ന് വേണ്ടി ഇന്ന് പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ എത്തുന്നു. അതുപുറമെ സച്ചിൻ പൈലറ്റ് ഇന്ന് മണ്ഡലത്തിലേക്ക് വരുന്നു. അടുത്ത ദിവസം കോൺഗ്രസിന്റെ ഒരുപിടി നേതാക്കൾ ഇങ്ങോട്ട് എത്തുന്നു. അവസാന ദിവസം തെലുങ്കാന
തെലങ്കാന ഉപമുഖ്യമന്ത്രി വരുന്നു, NDAക്ക് വേണ്ടിയും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പലരും വരുന്നു. അങ്ങനെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അടിസ്ഥാനപരമായി എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് LDFന്റെ കോട്ടയായിരുന്ന ആലത്തൂർ കൈവിട്ടുപോയത് ഇത്തവണ തിരിച്ചു പിടിക്കണം. ഇത്തവണ 2.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം രാധാകൃഷ്ണൻ ഉണ്ടാകുമെന്നുള്ളതാണ് LDF കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. ആ രീതിയിൽ പ്രചാരണം പോകുന്നു. സീറ്റ് നിലനിർത്തും, മണ്ഡലത്തിലെ എല്ലാവരും തന്നോടൊപ്പമുണ്ട്, തനിക്ക് ഒരു അവസരം കൂടി ലഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നു. മോദിക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും, ജയിക്കുമെന്ന് പറയുന്നത് TN സരസു ആണ്. അങ്ങനെ മത്സരം തീവാറുന്ന പോരാട്ടത്തിലേക്ക് പോവുകയാണ്. കലാശക്കൊട്ടിലും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. രാധാകൃഷ്ണൻ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് കലാശക്കൊട്ട് നടക്കുന്നത്. LDFൻ്റെത് അത് വടക്കഞ്ചേരിയിലാണ്, പാലക്കാട്. സരസുവിൻ്റെത് NDA സ്ഥാനാർത്ഥി TN സരസുവിൻ്റെത് നടക്കുന്നത് ചിറ്റൂർ മണ്ഡലത്തിലാണ്. അങ്ങനെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 2 ജില്ലകളിലായി പോലും കലാശക്കൊട്ട് പോലും നടക്കുകയാണ്. അത്തരത്തിൽ വലിയ പോരാട്ടം, ആവേശകരമായ പോരാട്ടം അവസാന നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. ആ പോരാട്ടത്തിനും വോട്ടുറപ്പിക്കുന്നതിനും വേണ്ടി ദേശീയ സംസ്ഥാന നേതാക്കളെ കൂട്ടത്തോടെ ആലത്തൂരിലേക്ക് എത്തിക്കുകയും അങ്ങനെയാണ് ഇവിടെ ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ആലത്തൂരിൽ നിന്ന്. നമുക്കിനി പോകാനുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊല്ലത്ത് നിന്ന്. കൊല്ലത്ത് നമുക്കറിയാം UDFിലെ സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ, LDFിൽ MLA ആയി M മുകേഷ്, NDAയിൽ G കൃഷ്ണകുമാർ, ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് കൊല്ലത്ത് നടക്കുന്നത്. കൊല്ലത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ നിമിഷങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങൾ അവിടെ പ്രധാനമായും ചർച്ചയാകുന്നു എന്ന് നമുക്ക് നോക്കാം. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി. അരുൺ, എത്രത്തോളം സജീവമായി ആകുന്നുണ്ട് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രംഗം? എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുന്നണികൾ നടത്തുന്നത്? എത്രത്തോളം ആവേശമുണ്ട് കൊല്ലം മണ്ഡലത്തിൽ? ഗോപികൃഷ്ണൻ, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൊല്ലം ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു എഡ്ജ് UDF പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ആ തരത്തിലുള്ള എഡ്ജ് UDFന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം UDF ക്യാമ്പ് തന്നെ പറയുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മത്സരം ഏറെക്കുറെ ടൈറ്റ് ആയിരിക്കുന്നു. ആ മത്സരത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഓരോ ദിനവും ഇവിടേക്ക് എത്തുന്ന വിഷയങ്ങൾ, അത് CA അടക്കമുള്ള വിഷയങ്ങൾ, പ്രധാനമന്ത്രിയൊപ്പമുള്ള വിരുന്ന് അടക്കം LDF ആയുധമാക്കുമ്പോൾ മണ്ഡലത്തിൽ നടത്തിയ വികസന നേട്ടങ്ങളാണ് NK പ്രേമചന്ദ്രൻ MP ഇവിടെ ആയുധമാക്കുന്നത്, മറുപക്ഷത്തിനെതിരെ ആയുധമാക്കുന്നത്. താൻ കൊല്ലം മണ്ഡലത്തിനായി കഴിഞ്ഞ നാളുകളായി ത്യാഗം തിരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്, തനിക്ക് നിലപാടിൽ മാറ്റമില്ല എന്ന് NK പ്രേമചന്ദ്രൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും NDAയുടെ സ്ഥാനാർത്ഥിയെ എത്തിയ കൃഷ്ണകുമാർ അത് എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇരു മുന്നണികളും ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. പ്രചരണ വിഷയങ്ങളിൽ പ്രധാനമായി വരുന്നത് ഒന്ന് CA വിഷയം തന്നെയാണ്. മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിഷയം UDF പ്രധാനമായി ആയുധമാക്കുന്നുണ്ട്. വിലക്കയറ്റവും ക്ഷേമ പെൻഷനും അടക്കം മുടങ്ങിയ വിഷയം വളരെ താഴെത്തട്ടിലടക്കം ചർച്ചയാക്കാനാണ് UDF ക്യാമ്പ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിൽ എല്ലാം നിന്ന് വ്യത്യസ്തമായി BJP പറയുന്നത് ഒറ്റ ഫോക്കസിലാണ്, മോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിൽ കൊല്ലത്ത് നേട്ടം കൊയ്യാനാകും എന്ന വിശ്വാസമാണ് BJP നേതൃത്വവും NDA നേതൃത്വവും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പ്രവചനങ്ങൾക്ക് അതീതമായി കൊല്ലം മണ്ഡലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ടിക്ക് പോലും അല്ലെങ്കിൽ ഒരാൾക്ക് പോലും കൃത്യമായ എഡ്ജ് നൽകാത്ത രീതിയിൽ ആർക്കും മുൻതൂക്കം പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം. കലാശ പോരിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ വളരെ സജീവമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആവേശം നിറച്ചുകൊണ്ട് 3 മുന്നണികളും നിറഞ്ഞു നിൽക്കുന്നു എന്ന വിവരം കൂടി അരുൺ രാജ് നൽകുന്നുണ്ട്.